ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ എന്നത്തെയും പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അതായത് 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം മതി, നിങ്ങളെ കേന്ദ്ര സർക്കാർ വിളിക്കുന്നു. ഒരുപാട് ജോബ് വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കുകളിൽ, അതുപോലെ ഇലക്ട്രീഷ്യൻ, പ്ലംബേഴ്സ്, അങ്ങനെയുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപാട് നല്ല നല്ല വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അഡ്രസ്സും ഫോൺ നമ്പറും ഉൾപ്പെടെയാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അപേക്ഷിക്കേണ്ടവർക്ക് തിരക്കി അന്വേഷിച്ചതിന് ശേഷം മാത്രം, നിങ്ങൾ ജെനുവിനാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. അപ്പോൾ ആദ്യത്തെ വേക്കൻസി എന്ന് പറഞ്ഞാൽ കേരള ഹൈക്കോടതിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം. കേരള ഹൈക്കോടതി ഇപ്പോൾ ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റിലേക്ക് നിയമനം നടക്കുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ആകെയുള്ള 34 പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ നൽകേണ്ട അവസാന തീയതി ജൂലൈ 2 തസ്തിക ഒഴിവ് കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡന്റ്. ആകെ ഒഴിവുകൾ വരുന്നത് 34 വേക്കൻസികളാണ്. നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ്, വെബ്സൈറ്റുകൾ എല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതിന് വരുന്ന പ്രായപരിധി, ഉദ്യോഗാർത്ഥികൾ 2/1/1998 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിനിളവുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. എന്നാൽ ഡിഗ്രി യോഗ്യത ഉണ്ടാകാനും പാടുള്ളതല്ല. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇതിൻ്റെ അപേക്ഷാ ഫീസ് എന്ന് പറഞ്ഞാൽ ജനറൽ OBCക്കാർക്ക് 500 രൂപയും SC ST EWSന് അപേക്ഷാ ഫീസ് ഒന്നും തന്നെയില്ല. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് കേരള ഹൈക്കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിൽ വെബ്സൈറ്റ് വഴി നേരിട്ട് കയറി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വേക്കൻസി എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത വേക്കൻസി വരുന്നത് കേരളത്തിൽ വിവിധ സർക്കാർ ഓഫീസുകളിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഹവിൽദാർ പോസ്റ്റുകളിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് ജോലിക്കായി അപേക്ഷിക്കാം. ആകെ 8326 ഒഴിവുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഓൺലൈൻ അപേക്ഷ നൽകേണ്ട അവസാന തീയതി ജൂലൈ 31. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഹവിൽദാർ പോസ്റ്റുകളിൽ 8326 ഒഴിവുകൾ. ഇന്ത്യയൊട്ടാകെ വിവിധ സംസ്ഥാനങ്ങളിൽ നിയമനം നടക്കും. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS 4887 ഒഴിവുകൾ. MTS 18 മുതൽ 25 വയസ്സ് വരെ. ഹവിൽദാർ 18 മുതൽ 27 വയസ്സ് വരെ. വിദ്യാഭ്യാസ യോഗ്യത മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. ഹവിൽദാർ അതുപോലെ തന്നെ 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. ഉദ്യോഗാർത്ഥികൾ കേന്ദ്ര സർക്കാരിന്റെ 7ാം ശമ്പള കമ്മീഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ലെവൽ 1 ശമ്പളം ലഭിക്കുന്നതായിരിക്കും. അപേക്ഷാ ഫീസ്, വനിതകൾ, SC ST വിമുക്ത ഭടന്മാർ, PWDക്കാർക്ക് അപേക്ഷാ ഫീസ് ഇല്ല. മറ്റുള്ളവർക്ക് അപേക്ഷാ ഫീസ് വരുന്നത് 100 രൂപയാണ്. അപ്പോൾ ഇതിന് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. ST SC ഗേൾസ് അതുപോലെ വനിതകൾക്കൊന്നും ഫീസില്ല. അടുത്ത വേക്കൻസി പത്തനംതിട്ട ജില്ലയിൽ കുടുംബശ്രീ 5 ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ക്ലസ്റ്റർ ലെവൽ IFC ആങ്കർ സീനിയർ CRP തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. പ്രായം 40-ൽ അധികരിക്കാത്ത കുടുംബശ്രീ ഓക്സിലറി കുടുംബാംഗങ്ങളായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ബാക്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ, ഇതിന് 3 വർഷമാണ് IFC പദ്ധതിയുടെ കാലാവധി. ഈ കാലയളവിൽ ഓരോ വർഷവും അപ്രൈസൽ നടത്തി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് തുടർ നിയമനം നൽകുന്നതാണ്. പള്ളിക്കൽ, അരുവാപ്പുലം, പന്തളം, തെക്കേക്കര, സീതത്തോട്, തോട്ടപ്പുഴശ്ശേരി എന്നീ ക്ലസ്റ്ററുകളിലേക്കാണ് നിയമനം വന്നിട്ടുള്ളത്. IFC ആങ്കർ ഡിഗ്രി, ഡിപ്ലോമ അഗ്രികൾച്ചർ, എലൈഡ് സയൻസ്, കൃഷിയിലോ ഫാം ബേസ്ഡ് ലൈവ്ലിഹുഡിലോ 1 വർഷത്തെ പ്രവൃത്തി പരിചയം.
എക്സ്റ്റൻഷൻ ആൻഡ് മാർക്കറ്റിംഗ് പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. മേൽപ്പറഞ്ഞ യോഗ്യതയുള്ളവരെ ലഭിക്കാത്ത പക്ഷം മറ്റു ഡിഗ്രിയുള്ളവരെയും പരിഗണിക്കും. ഇത്തരത്തിലുള്ളവർക്ക് കാർഷിക മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. 1 മാസത്തെ ഓണറേറിയം 8,750 രൂപയാണ്. സീനിയർ CRP കൃഷി സഖി, പശു സഖി, അഗ്രി CRP എന്ന നിലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം. CRPമാരുടെ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് മുൻഗണന ലഭിക്കും. 1 മാസത്തെ ഓണറേറിയം 10,000 രൂപ. അപേക്ഷകർ അതത് ബ്ലോക്കിൽ താമസിക്കുന്നവരായിരിക്കണം. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, വിദ്യാഭ്യാസ അനുഭവ പരിചയങ്ങൾ, കുടുംബശ്രീ അംഗത്വം, ഐഡന്റിറ്റി എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ സമർപ്പിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 20. മേൽവിലാസം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ്, 3-ാം നില, കളക്ടറേറ്റ്, പത്തനംതിട്ട. ഫോൺ നമ്പർ 0468221807. മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ തുടക്കക്കാർക്ക് ജോലി. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ഇപ്പോൾ ഡ്രാഫ്റ്റ്സ്മാൻ, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, പൈപ്പ് ഫിറ്റർ, സ്ട്രക്ചറൽ ഫിറ്റർ, ICTSM, ഇലക്ട്രോണിക് മെക്കാനിക്, RAC, വെൽഡർ, COPA, കാർപ്പന്റർ, റിഗർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അവസരം. മൊത്തം 518 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ തുടക്കക്കാർക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായി 12 ജൂൺ 2024 മുതൽ 2 ജൂലൈ 2024 വരെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്ഥാപനത്തിൻ്റെ പേര് മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്. ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. അതുപോലെ തസ്തിക വേക്കൻസീസ് വന്നിട്ടുള്ളത് ഡ്രാഫ്റ്റ്മാൻ, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, പൈപ്പ് ഫിറ്റർ, സ്ട്രക്ചറൽ ഫിറ്റർ, ICTSM, ഇലക്ട്രോണിക് മെക്കാനിക്, RAC, വെൽഡർ, COPA, കാർപ്പന്റർ, റിഗർ. വേക്കൻസീസ് 518 വേക്കൻസീസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. സാലറി വരുന്നത് 5,500 മുതൽ 8,050 വരെയാണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷ 12 ജൂൺ 2024 മുതൽ 2 ജൂലൈ 2024 വരെ അപേക്ഷിക്കാം. അപ്പോൾ ഞാനിവിടെ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് സന്ദർശിച്ച് എല്ലാം മനസ്സിലാക്കിയ ശേഷം ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സാലറീസ് ഡീറ്റെയിൽസ് ആണ്. സ്ട്രക്ചറൽ ഫിറ്റർ വേക്കൻസീസ് 107 വേക്കൻസി ഉണ്ട്. 6,600 മുതൽ 8,050 വരെ. ICTSM 20 വേക്കൻസി, 6,600 മുതൽ 8,050 വരെ. ഇലക്ട്രോണിക് മെക്കാനിക് 30 വേക്കൻസി, 6,600 മുതൽ 8,050 വരെ. അപ്പോൾ എല്ലാത്തിലും സാലറീസ് ഏതാണ്ട് സെയിം ആണ് നിലവിൽ വന്നിട്ടുള്ളത്. വേക്കൻസീസിന് വ്യത്യാസമുണ്ട്. ഡ്രാഫ്റ്റ്മാനിലേക്ക് 36 വേക്കൻസിയാണ്. സാലറി എല്ലാം സെയിം ആണ്. ഇലക്ട്രീഷ്യൻ 57, ഫിറ്റർ 53, പൈപ്പ് ഫിറ്റർ 75, സ്ട്രക്ചറൽ ഫിറ്റർ 107, ഇലക്ട്രോണിക് മെക്കാനിക്സ് 30, RAC 10, ITTSM 20 വേക്കൻസീസ്. ഇങ്ങനെയാണ് നിലവിൽ വേക്കൻസീസ്. സാലറി എല്ലാത്തിനും തന്നെ 6,600 മുതൽ 8,050 വരെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോസ് എനിക്ക് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നല്ലൊരു